ട്യൂൺഡാകുമ്പോൾ അഥവാ പ്രകൃതി നിയമത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകം സ്വർഗതുല്യമാകും. സ്വർഗീയ ആനന്ദം നൽകുന്ന അനുഭവം സമ്മാനിക്കും. നമ്മൾ അതിനെ പറയുന്ന വാക്കാണ് ധർമ്മം. ധർമ്മമനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രകൃതിയുടെ താളലവുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരുന്നു. അതിന് വിരുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നമ്മളെ തേടിയെത്തുന്നു. എല്ലാവിധ ദുഃഖങ്ങളെയും മറികടന്ന് ജീവിതം ഒരു ദിവ്യാനുഭവമാക്കി മാറ്റുവാൻ സംഗീതത്തിന് കഴിയും. വെറും സംഗീതമല്ല, ആത്മാവിനെ സ്പർശിക്കുന്ന ഈശ്വരൻ്റെ ഗീതങ്ങൾക്ക്. അപ്പോൾ അമ്മ പറയാറുണ്ട്, പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖം പ്രാർത്ഥനയാണ്, സാധുക്കളോട് കരുണ കാണിക്കുന്നത് പ്രാർത്ഥനയാണ്, ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന കർമ്മങ്ങൾ പ്രാർത്ഥനയാണ്, സ്നേഹത്തിൽ നിന്ന് വരുന്ന കർമ്മങ്ങളൊക്കെ പ്രാർത്ഥനയാണ്.